ഇന്നലെ വളരെ രസകരമായ ഒരു സമരം കണ്ടു. ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല. ഈ എസ്.എഫ്.ഐ.ഒ കേസിൽ വീണാ വിജയനെ കുടുക്കാൻ പരാതി നൽകിയ ബി.ജെ.പി നേതാവ്, ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷോൺ ജോർജിന്റെ പാലായിലെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ സി.പി.എം മാർച്ച്. അല്ല, അത് നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ പിണറായിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാവാനാണ് സാധ്യത. സാധാരണ ഒരാൾ പരാതി എടുത്തു അയാളുടെ വീട്ടിലേക്ക് ലോകത്ത് ആരെങ്കിലും മാർച്ച് നടത്തും. ഇതുപോലൊരു അബദ്ധം വേണ്ട. മാത്രമല്ല, ഈ വീണ ജോർജ് രാഷ്ട്രീയ നേതാവല്ലല്ലോ. പിണറായിയുടെ മോളെന്നുള്ളതാണ് ഈ തട്ടിപ്പ് കേസിലെ പ്രതി എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അതല്ലാതെ എന്ത് ബന്ധം പാർട്ടിക്ക്? നിങ്ങളുടെ പരാതി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ രാജാവിന്റെ മകൾ ഈ ഇങ്ങനെ രാജകുമാരിയായി രാജകുമാരിയെ രാജ്ഞിയായ ലക്ഷ്യമായിരുന്നു. വിലസിയനെയും അതിന് നിങ്ങളുടെ പരാതി കാരണമാണ്, അതുകൊണ്ട് നിങ്ങളെ തട്ടിക്കളയും എന്നുള്ള രീതിയിലായിരിക്കും ഇവന്മാർ സമരം ചെയ്യുന്നത്. അവിടെ ചെന്ന് ഇന്നലെ പാലായിലെ വീട്ടിലാണ് ചെന്നത്. അതെ, ഈരാറ്റ് അതായത് പേട്ടയിലല്ല. ഷോൺ ജോർജിന്റെ ഷോൺ വീട് പാലായിൽ വീട് എടുത്തു. പൂഞ്ഞാറാണ്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവിടുത്തെ വീട്ടിൽ നിന്നും പാലായിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നു. മാത്രമല്ല, അദ്ദേഹം മാസങ്ങളായി പാലായിലാണ് സ്റ്റേ വീടെടുത്ത് കാണുമായിരിക്കും ഒരു പക്ഷേ. വീടെടുത്ത് താമസിക്കുകയാണ് ഈ പാലായിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട്. അപ്പോൾ അവിടുത്തെ വീടിന് മുന്നിലേക്കാണ് ഇവന്മാർ മാർച്ച് നടത്തിയ. പോലീസ് ബാരിക്കേഡൊക്കെ വെച്ച് ഇവന്മാർ ഭയങ്കര ഷോ. അപ്പോഴാണ് ബി.ജെ.പിക്കാർ വരുന്നത്. ബി.ജെ.പിക്കാർ വന്ന വെറുതെ അല്ല, ബി.ജെ.പിക്കാർ ഇവന്മാരെ അട്ടിക്കാനായിട്ടാണ് വന്നത്. ഇവന്മാർക്ക് കാര്യം മനസ്സിലായി, ഇറങ്ങി പോരുകയും ചെയ്തു. അടി മറ്റവർ കിട്ടും. വന്നതിന് അവന്മാർ മൊത്തം ദണ്ഡയുമായിട്ടാണ് വന്നത്. അതായത് സംഘപരിവാറുകാരുടെ ദണ്ഡ അറിയാമല്ലോ, അതെ. ആ ദണ്ഡയുടെ അറ്റത്ത് കൊടിയും കെട്ടിയാണ്. അട്ടിക്കേണ്ട സ്ഥലത്ത് മാത്രമേ അവർ അങ്ങനെ കൊടിയും കെട്ടി പോകാറുള്ളൂ. ഒരാള് അത് അവസാനം ഈ ദണ്ഡ തിരിച്ചു പിടിച്ച് അട്ടിക്കും, കൊടി തിരിച്ചു പിടിച്ച് അട്ടിക്കും. അതാണ് ഇവരുടെ ആദ്യം സ്ഥിരം. വന്ന CPM-കാർ വെല്ലുവിളിച്ചു ഷോണിനെ. അത് കഴിഞ്ഞ് അപ്പുറത്ത് BJP-കാർ വെല്ലുവിളിച്ചു. ഇറങ്ങി വാടാ തുരപ്പാന്നായിരിക്കും. തുറപ്പന്മാര്. അപ്പോൾ എന്താണെങ്കിലും വളരെ രസകരമായിട്ട് തോന്നി. അത് എന്തുമാത്രം വിവരക്കേടാണ് ഇവന്മാരെന്നുള്ളതാണ് ഏറ്റവും. അല്ല, ഈരാറ്റുപേട്ടയിൽ ചെന്നിട്ട് PC ജോർജിനെ അങ്ങനെ വഴി തറഞ്ഞത് തോക്കെടുത്തന്നെ ഉള്ളു. അതെ, അപ്പോൾ ലൈസൻസുള്ള തോക്കുണ്ട് PC ജോർജിന്റെ കയ്യിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് PC ജോർജിന്റെ രസകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. PC ഇട്ടിട്ടുണ്ട്. PC ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. സകല പാമ്പും പഴുതാരയും നൂറുകണക്കിന് മാർച്ചുകൾ നടത്തിയിട്ടുള്ള വീട്ടിൽ ജനിച്ചു വളർന്നവനാണ് ചാക്കോ. ചാക്കോ എന്ന് പറയുന്നത് ചാക്കോ ഷോണിന്റെ വീട്ടിലെ പേരാണ്. പേരാണ്. പ്രിയ സഖാക്കളെ, കടൽ കണ്ടവനെ കുളം കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരോടാ? PC ജോർജിന്റെ മോനോടാ. അതാണ് അദ്ദേഹം പറയുന്നത്. സകലമാന പാമ്പും പഴുതാരെ അവിടെയൊക്കെയുള്ള ആ നാട്ടിലുള്ള SDPI-ക്കാർ സ്ഥിരമായിട്ട് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴും കോൺഗ്രസ് PC ജോർജിന് വീണ്ടും മുന്നേ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. ഇവരെല്ലാവരും വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടേക്കാണ് അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഈ ഷോൺ ജോർജിന്റെ അടുത്തോട്ടാണ് യവന്മാർ ഈ ബഹളവുമായിട്ട് വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ ഷോണിൻ്റെ വക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഷോൺ ഇട്ടിരിക്കുന്ന എന്നെ പേടിപ്പിക്കാൻ കുറച്ച് പിള്ളേരെ ഇങ്ങോട്ട് വിട്ടിരുന്നു. ഇതിലും വലിയ പെരുന്നാളിന് ഉപ്പുപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ പിണറായി ജയിലിൽ പോകുന്നത് കണ്ടിട്ട് ഈ പോരാട്ടം അവസാനിക്കും. വളരെ കൃത്യമായിട്ട് ഷോൺ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തിനു വേണ്ടിയാണ് ഇവർ ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്? ഈ മുമ്പേ പറഞ്ഞതുപോലെ രാജാവിന്റെ മോൾക്കെതിരെ പരാതി കൊടുത്ത് അവനെ വിടില്ല. അത് ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് നൈസായിട്ട് പിണറായി വിജയൻ ഇട്ട് പണിയാണ്. അല്ല, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുവമാരെല്ലാം കൂടെ ചേർന്ന് സംഘടിതമായിട്ട് ഇയാളെ പണി കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പാണ്. കാരണം അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തിരുവനന്തപുരത്ത് നടന്ന കലാപവും ഈ എല്ലാ സ്ഥലങ്ങളിലും നടന്ന ബഹളമൊക്കെ തന്നെ കണ്ടു. ഇന്ന് ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നു അവിടെ ഒന്നും നടന്നിട്ടില്ല, തിരുവനന്തപുരത്ത് അക്രമം നടന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ്. അത് ഇവരുടെ സ്ഥിരം പരിപാടിയല്ലേ. അതെ. നമ്മുടെ MV ഗോവിന്ദനല്ലേ പറഞ്ഞ വീണ ജോർജിന്റെ പെടലി പിടിച്ചോടി നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ? ഗൊറില്ല യുദ്ധം പറയില്ല. അവന് അടുത്ത ചോദ്യമുണ്ട്, നിങ്ങൾ ഗറില്ല വാർഫെയർ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൈ ഇങ്ങനെ പിടിച്ചങ്ങ് ഒടിക്കുകയല്ലേ, എന്നിട്ട് പെടലി പിടിച്ച് തിരിച്ചു. അതാണ് മന്ത്രിക്ക് അങ്ങനെ വന്നത്. നിങ്ങൾ കണ്ടുനോക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റേ പുള്ളി ജയരാജൻ ഇതിനകത്ത് വിഷ്വൽ എടുത്തിട്ട് പിന്നെ കാണിക്കുകയാണ്. നോക്കൂ, ഈ കരിങ്കൊടിക്കിടയിൽ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, നോക്കൂ, മാരകായുധങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇന്നലെ ഇത്ര ആൾക്കാർ കണ്ടു എന്ന് മാത്രമാണോ? കല്ല് തറച്ച് ഇതൊന്നും പാർട്ടിക്കാരല്ലെന്നാ പറയുന്നത് അല്ലേ? അതെ. ഇപ്പൊ അവസാനം അങ്ങനെ എത്തും. അല്ല, പാർട്ടിക്കാരല്ലേ, അത് ആരാണെന്ന് ഇവര് പറയണം. അല്ല, മാത്രമല്ല യുവമാരിലും ജയിലിൽ പോയി കിടന്ന ആയുഷ്കാലം അവിടെ കിടക്കേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ കേസ് കിടന്ന പൈസ കൊടുക്കണ്ടല്ലോ. അതായത് ഇവര് നടത്തുന്ന സമരം ചെയ്യുന്നവരെ ഇവർ കൈ ഒഴിഞ്ഞു. അപ്പൊ ഈ 7 എണ്ണം പോയി 7 അല്ല 8 എണ്ണം. അവർക്ക് വീട്ടിൽ കാശ് സ്വത്തം ഉണ്ടെങ്കിൽ എഴുതി വിറ്റിട്ട് ഇറങ്ങാം. എന്തായാലും PDPP ആക്ട് ഉണ്ട്. എന്താണെങ്കിലും തിരുവനന്തപുരത്ത് നടത്തിയ കലാപരിപാടി അവിടെ നടന്നില്ല, പാലായിൽ നടന്നില്ല. BJP-ക്കാർ വന്നു, യവന്മാരെ വെല്ലുവിളിച്ചു, ശരിക്കും യവന്മാർ അടി മേടിച്ചേന്. പിന്നെ എല്ലായിടത്തും കാണുന്ന അതേ കാഴ്ച നമ്മൾ അവിടെ കണ്ടു. പോലീസ് വളരെ നിഷ്ക്രിയമാണ്. സ്വാഭാവികം, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പോലീസ് അടിമകളാണ്. അവരെ ഉണർത്താൻ തക്കതായിട്ട് എന്തെങ്കിലും ആഭ്യന്തരമെന്ന് ചെയ്താൽ കഴിയും. കാരണം കഴിഞ്ഞ
10 വർഷമായിട്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഈ തിരുവനന്തപുരത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ജി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ. അതിൻ്റെ സ്ഥാപന ഡോക്ടർ വേലായുധൻ ഡോക്ടർ, അതേപോലെ പ്രശസ്തനായ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റൊക്കെ ആയിരുന്നു. അവിടെ ഒരിക്കലും ഒരു സമരം നടന്നു. ഈ സമരം ഏറ്റെടുത്ത് സി പി എമ്മിൻ്റെ സമരമാണ്. ചുരുക്കം പറഞ്ഞാൽ ആശുപത്രി പ്രവർത്തനം വരെ അതിനെ സംഭവിച്ച അവസ്ഥയിൽ ഡോക്ടറെ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ വലിയ ഒരു വിഷമസന്ധിയിലേക്ക് എത്തി. കാരണം അന്ന് ഇവിടെ തിരുവനന്തപുരം ഇത്രയും സ്വകാര്യ ആശുപത്രികളുമില്ല, വളരെ അപൂർവം ആശുപത്രികളേ ഉള്ളൂ. ബോളായി. അവസാനമായപ്പം ഡോക്ടർ ഒരു കാര്യം ചെയ്തത്, ഡോക്ടർ BJPയിലാണോ RSSലാണോ സംശയമുണ്ട്, ചെന്നങ്ങ് ചേർന്ന്. പിറ്റേന്ന് രാവിലെ മുതൽ അവരിങ്ങി വന്നു. അവർ അവരെ വരവ് കണ്ടപ്പോൾ തന്നെ അവർക്ക് അപകടം മനസ്സിലായി. അന്ന് ഇവിടുത്തെ ഈ സഹാക്കൾ വാലും ചുരുട്ടി ഒരൊറ്റ ഓട്ടം ഓടി. ആശുപത്രി തുറന്നു, വളരെ ഭംഗിയായി. പിന്നീട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പോൾ അത് ഗോകുലം ഗ്രൂപ്പും കണ്ടത് വാങ്ങിയെന്നുമാണ്. എന്നാലും അന്ന് ഇത് വലിയ വാർത്തയായിരുന്നു. ഈ ബി ജെ പി അല്ലെങ്കിൽ RSSകാരെ വരവ് കണ്ടിട്ട് CPM എഴുന്നേറ്റ് ഓടിയത്. കാരണം ഡോക്ടറെ വെല്ലുവിളിക്കാൻ കാരണം ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് ഈ ഇന്നലെ തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലത്തെ സമരമാണ് ദിവസം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ അടി കിട്ടുമെന്ന് കണ്ട ഇവർക്കെല്ലാം ഇവർ ഓടുക പേടി. ഇമാര് നേരെ പോയി അടി വാങ്ങിയിട്ടില്ല. ഇല്ല. അതുകൊണ്ടാണ്. അതായത് പോലീസിന്റെ അടി എന്നൊക്കെ പറഞ്ഞ ഭയമുണ്ട്. ബാക്കി ഈ ദണ്ടൊക്കെ വെച്ചുള്ള അടി കിട്ടിയാൽ നല്ല സൂപ്പർ അടിയായിരിക്കും അതെ മേടിച്ച് കെട്ടുക. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ പോലീസ് നിഷ്ക്രിയമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് P ശശിയും ADGP ആയിരുന്ന MR രവികുമാറും പറയുന്ന അനുസരിച്ച് തങ്ങളുടെ എതിരാളികൾക്കെതിരെ, അതായത് തങ്ങളെ വിമർശിക്കുകയും തങ്ങളെ കൈകാര്യം ചെയ്യാൻ നിൽക്കുകയും ചെയ്യുന്ന എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ധർമ്മം മാത്രമാണ് പോലീസിനുണ്ടായിരുന്നത്. അല്ല, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചത്. അതെ. ഇതിലൊരു അപകട സാധ്യതയുള്ളത്, നാളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിയമം കയ്യിലെടുക്കും. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നലെ പോലീസ് നിഷ്ക്രിയമായിരുന്നു. EDക്ക് പിന്തുണയുമായി BJPക്കാരൻ നിലത്തിരുന്നില്ല. തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന പോലും BJPയാണ്. BJPക്ക് അതിശക്തമായ സ്വാധീനം തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അവർ തിരിച്ചിങ്ങോട്ട് ഇവരെ നേരിടെ ഞങ്ങൾ EDക്കാരെ രക്ഷിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്നലെ അങ്ങനെ സംഭവിക്കാതിരുന്നത് വലിയ കാര്യം. അല്ലെങ്കിൽ ഇന്നലെ വലിയ തിരുവനന്തപുരം നഗരത്തിലെ കലാപം നടക്കുമായിരുന്നു. കാരണം പോലീസ് മാറിയിരിക്കുമ്പോഴേ BJP നേതൃത്വം ഞങ്ങൾ പണ്ടെന്ന് പറഞ്ഞ് വന്നാൽ, അതായത് ചുരുക്കി പറഞ്ഞ പാലായിൽ ഷോൺ ജോർജിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ BJPക്കാർ വന്ന പോലെ ഇവിടെ EDക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നിരുന്നെങ്കിലായിരുന്നു കളി മാറുന്നത്. ഓടിയാണ് കുറേ പേരൊക്കെ ഓടി വന്നു. അത് ഉറപ്പാണ്. എന്താണെങ്കിലും വളരെ രസകരമാണ്. CPMകാർ ഇവർ എന്ത് വെച്ചാണ് ചിന്തിക്കുന്നത്? തലച്ചോറ് കൊണ്ടല്ലേ ചിന്തിക്കുന്നത്. അതായത് ഈ നാട്ടിൽ നടക്കുന്ന ഏത് അഴിമതിക്കെതിരെ ആർക്കും പരാതി കൊടുക്കാം. അത് പിണറായി വിജയന്റെ മകളായിക്കോട്ടെ, കമലയായിക്കോട്ടെ, വിവേക് കിരൺ ആയിക്കോട്ടെ, MV ഗോവിന്ദന്റെ ലണ്ടനിലുള്ള മകനായിക്കോട്ടെ, MV ഗോവിന്ദനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഇനി പോട്ടെ രമേശ് ചെന്നിത്തലയായിട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അതെ, ഇത് പറഞ്ഞപ്പോൾ ഈ ബുദ്ധിയില്ലായ്മയെ കുറിച്ച് പറഞ്ഞ പണ്ട് ആരോ തമാശക്കഥ പറഞ്ഞിട്ടുണ്ട്. ഈ ചില ആൾ മരിച്ച ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കുമല്ലോ പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ബോഡി കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്ന് ഈ പിള്ളേർ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയത്. അവർ പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട അവയവമില്ല തലച്ചോറന്ന്, അതിലില്ലെന്ന്. കഥയാണെങ്കിലും സംഗതി സത്യമാണ്. കാരണം എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു പരാതി വന്നു, ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൽ ചില കണ്ടെത്തലുണ്ടാകുന്നു, അന്വേഷണം മുന്നോട്ട് പോട്ടെ. അതിന് പരാതി കൊടുത്തവന്റെ വീട്ടിൽ കയറി തല്ലുക എന്ന് പറഞ്ഞാൽ, ഇതിന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും. അതാണ് അവസ്ഥയിലാണ്. കാരണം 10 വർഷം സൂചിച്ചിരുന്നിട്ട് പെട്ടെന്ന് ആ യാഥാർത്ഥ്യം. ഇന്നലെ മുൻമന്ത്രി VN വാസവന്റെ ഒരു കുറിപ്പ് കണ്ടായിരുന്നു. ഇടതുപക്ഷ മന്ത്രിസഭയ്ക്കെതിരെയുള്ള നീക്കമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. താൻ ഇപ്പോഴും മന്ത്രിയാണെന്ന്, ഇവിടെ ഭരിക്കുന്ന പിണറായി ആണെന്നാണ് തോറ്റുപോയതെന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ PR ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ അവരടിച്ചിടുന്ന സാഹിത്യമായിരിക്കും. എന്തായാലും ഇന്നലെ ശരിക്കും ഈ VN വാസവനെ ട്രോളി കൊല്ലുകയായിരുന്ന ആളുകൾ ഇതൊന്നും അവരൊന്നും അറിഞ്ഞിട്ടില്ലേന്ന്. പണ്ടൊരു ഈ സോഷ്യൽ മീഡിയ ഹിറ്റായ ഒരു ഓട്ടം ഉണ്ട്, എടപ്പാൾ ഓട്ടം. അത് ഗംഭീര ഓട്ടം. അതുപോലെ ഹിറ്റ് ആയിരിക്കുകയാണ് ഇന്നലത്തെ CPMകാരുടെ പാലാ ഓട്ടം.